എറണാകുളം പാലാരിവട്ടം ജംഗ്ഷനിൽ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. പാലാരിവട്ടം പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ചാണ് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചത്. പ്രദീപ് ജോസഫ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. പ്രദീപ്, ഈ കരിങ്കൊടി കാണിക്കുന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും കയ്യാങ്കളിയോ ബലപ്രയോഗമൊക്കെ അവിടെ ഉണ്ടായിരുന്നോ? പ്രദീപ്, കേൾക്കാമോ? എറണാകുളത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറസ്റ്റിലായിരിക്കുന്നു. മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി. പോലീസ് സ്റ്റേഷന് മുന്നിലായിരുന്നു കരിങ്കൊടി പ്രതിഷേധം നടന്നത്. പ്രദീപ് ജോസഫ് ഉണ്ട്. പ്രദീപ്, ഈ കരിങ്കൊടി കാണിക്കുന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും കയ്യാങ്കളിയോ ഒക്കെ അവിടെ അരങ്ങേറിയിരുന്നോ? ഇല്ല, അത്തരം സംഭവവികാസങ്ങളൊന്നും ഉണ്ടായില്ല. എറണാകുളം വെസ്റ്റ് ഹൗസിൽ നിന്ന് തൃക്കാക്കര നിയമസഭാ നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ്സ് നടക്കുന്ന തൃക്കാക്കര കളക്ടറേറ്റ് കോമ്പൗണ്ട് ഭാഗത്തേക്കാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ബസ്സിൽ പോയത്. പാലാരിവട്ടത്ത് വെച്ചാണ്, പാലാരിവട്ടം പോലീസ് സ്റ്റേഷന് വെളിപ്പാടകലെ കേവലം 100 മീറ്ററിൽ താഴെ മാത്രം അകലെ വെച്ചാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. പാലാരിവട്ടത്ത് ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമയ്ക്ക് സമീപത്ത് വെച്ച് കരിങ്കൊടി കാണിച്ചേക്കുമെന്ന് ചില സൂചനകൾ ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് വലിയ തോതിലുള്ള പോലീസ് സന്നാഹം അവിടെ നിലയുറപ്പിച്ചിരുന്നു. എന്നാൽ അവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിക്കാൻ എത്തിയില്ല. ഒരു 200 മീറ്ററോളം മാറി പാലാരിവട്ടം സിറ്റിയിൽ വെച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. ഇവരെ പോലീസ് പിടികൂടി പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. മുഖ്യമന്ത്രിയും മന്ത്രിമാരും അല്പസമയം മുൻപ് നവകേരള സദസ്സ് നടക്കുന്ന തൃക്കാക്കരയിലെ കളക്ടറേറ്റ് പരേഡ് മൈതാനിയിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. ശരി.